അപ്പോൾ നമ്മൾ കൊയിലാണ്ടി ബീച്ചിൽ വന്നിട്ടാട്ടോ മോളുടെ പാട്ട് എത്ര കേട്ടിട്ടും മതിയാവുന്നില്ല. അപ്പോൾ പല ലൊക്കേഷനിലും ഞങ്ങൾ പാട്ട് പാടിക്കാൻ എവിടെ പാടിയാലും മോള് നല്ല എനർജിക്കായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ എന്തായാലും റെഡി 1 2 3 സ്റ്റാർട്ട്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം കത്തിച്ചുകൊണ്ട് നിൽക്കുന്ന 2 കുട്ടികളാണ് കേട്ടോ. അതായത് മുട്ടിപ്പാട്ടിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയെ കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് എന്താ പറയുക, ഇൻസ്റ്റ തുറന്നാൽ അവരുടെ വീഡിയോ ആണ്. അത്രയും ഫേമസ് ആയി നിൽക്കുന്ന 2 കുട്ടികൾ കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ നിൽക്കുകയാണ്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകൾ അവരാണ് കേട്ടോ. കാരണം അവരുടെ കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് കുസൃതികൾ, അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിതാ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആ 2 കൊച്ചു പൈതങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി പോണ്. അവരുടെ വീട്ടിലാണ് നമ്മളുള്ളത്. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? എന്താ പരിപാടി? എല്ലാവരും കൂടെ പ്രാക്ടീസ് ചെയ്യാനും പ്രോഗ്രാം ഉണ്ടോ? നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അരീക്കോട്, അറിയാലോ, മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നതാണ്. അപ്പം നമ്മളെ പ്രേക്ഷകർക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ നല്ല താല്പര്യമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ തിരക്കിലാണോ? ഇല്ല, ഒരു 5 മിനിറ്റ് കേട്ടാ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ ഫ്രീ ആക്കാം. അപ്പോൾ ഇവരാണ് നമ്മൾ ഇന്നത്തെ താരങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ ഇവർ വൈറലായൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഏകദേശം എത്ര മില്യൺ ആൾക്കാർ കണ്ടു? 5 മില്യൺ. അപ്പോൾ എന്തായാലും 5 മില്യൺ ആൾക്കാർ കണ്ട അതേ സെയിം പാട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കുഴപ്പമില്ലെന്നില്ലല്ലോ? ഇല്ല. അപ്പോൾ കൊച്ചുകോമുട്ടും ഒളിപ്പാടും ഞാൻ ഇവിടെ കേട്ടിരിക്കും. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. പതിമക്കത്തോടിക്കുള്ള മലരേ അടിപൊളി. എനിക്ക് തോന്നുന്നു അതിനായിട്ട് ഒന്നുകൂടി ഉഷാറായി ഇവിടെ തോന്നുന്നുണ്ട് അല്ലേ? ശരിക്കും ഈ കൊട്ടാരം പഠിപ്പിച്ചെന്നേ, സത്യം പറയണം. ഏത് ടി വിയിലാണ് കണ്ടുപിടിച്ചേ? ചാനലിൽ കണ്ടുപിടിച്ചിട്ടാ? ആ, അന്ന് മുതൽ ഈ സാധനം ആര് വാങ്ങി തന്നെ? ഉമ്മി വാങ്ങി തന്നെ. ഉമ്മിയാണ് ഇതിന്റെ ഫസ്റ്റ് എല്ലാ സംഗതി സെറ്റാക്കി തന്നെ അല്ലേ? അല്ലേ? ഓക്കെ, ഉമ്മി എത്രത്തോളം സപ്പോർട്ട് തന്നു പാട്ട് പഠിക്കാൻ? ഉമ്മി നല്ല സപ്പോർട്ട് തരും. ഉപ്പയും നല്ല സപ്പോർട്ടാ. എല്ലാവരും. അപ്പൊ ശരിക്കും മോൾ എത്ര ക്ലാസ് പഠിക്കണം മദ്രസില്? ഞാൻ മദ്രസയിലും സ്കൂളിലൊക്കെ 5ാം ക്ലാസ്സിലാണ്. ഓക്കെ, ഞാൻ ചോദിച്ചാല് ഇപ്പൊ നമ്മൾ ഈ പാട്ട് പാടുന്നു, കൊട്ടുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മോളെ സങ്കടപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, പോസിറ്റീവ് കമന്റ്, ഫുള്ള് പോസിറ്റീവ് അല്ലേ? ഓക്കെ, അപ്പൊ എന്താ ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാല് ഒരു പക്ഷെ നിങ്ങൾക്കും കമന്റ് ചെയ്യാൻ തോന്നും, അതുകൊണ്ടാട്ടാ. അപ്പൊ മോളുടെ പാട്ട് ശരി കൊട്ട് മാത്രമല്ല, അവള് നല്ല പോലെ ഈ മധുഹൊക്കെ പാടൂലേ? നല്ല മധുഹൊക്കെ പാടൂലേ? അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പാട്ട് ഏതാണ്? അതായത് ജബ് ഹം ജവാ ഹോംഗെ, ഓൾഡ് ഹിന്ദി സോങ് ആണ് അധികവും പാടൽ. മധുവർണ്ണ പൂവല്ലേ നറുനിലാ
ഏതൊരു മക്കളുടെയും വളർച്ചയ്ക്ക് ആ ഫാമിലിയുടെ നല്ലൊരു സപ്പോർട്ട് വേണം. അപ്പോൾ എന്തായാലും ഈ ഒരു ഫാമിലി, ഈ ഒരു കുട്ടികൾക്കുള്ള മെയിൻ സപ്പോർട്ടും കോച്ചൊക്കെ നമ്മുടെ ഉമ്മയെ പരിചയപ്പെടാൻ പേര്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് മക്കൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള കാരണം? മക്കള് മോന് എൻ്റെ ബ്രദർ ഇശൽ കൊയിലാണ്ടി എന്ന് പറഞ്ഞ മുട്ടിപ്പാട്ടുണ്ട്, അതില് ഡ്രമ്മ് മുട്ടാറുണ്ട്. അതാണ് ഇൻസ്പയർ ആയത് മോന്. അത് കണ്ടിട്ടാണ് മുട്ടി തുടങ്ങിയത്. അപ്പോൾ ഒരു യൂട്യൂബിൽ ഇങ്ങനെ സോങ്സ് ഒക്കെ എല്ലാം ഷൂട്ട് ചെയ്തിടാറുണ്ട്. രാവിലെ മുതൽ അത് ടി വിയിൽ വെക്കും. ഓൻ തന്നെ ഇങ്ങനെ ചെറുപ്പത്തിലെ ഒരു ടോയ് ചെറുതൊന്ന് ഓരെന്നെ കൊണ്ടേ കൊടുത്തിരുന്നു ഇശൽ കൊയിലാണ്ടിന്റെ. അതിൽ മുട്ടി ഇങ്ങനെ ടി വിയിൽ നോക്കി മുട്ടി ഗ്രാജുവലി ഓൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത താളാണത്. പിന്നെ അവന്റെ ബ്ലഡിലുള്ള ഒരു താളബോധം എൻ്റെ വാപ്പ തവലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പഠിച്ചവൻ ആ ഒരു ഇത് താളബോധം എൻ്റെ മനസ്സിൽ കൊടുത്തതായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും മക്കൾ ഇപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ അടക്കി പോയോണ്ടിരിക്കുകയാണ് അല്ലേ? അത് വല്ലാത്തൊരു കഴിവല്ലേ? കഴിവുള്ള കുട്ടികൾ എല്ലാവരും ഇങ്ങനെ ആവുന്നില്ലല്ലോ. അപ്പോൾ ശരിക്കും ഈ സോഷ്യൽ മീഡിയക്ക് ഇങ്ങനെ ഇറക്കി വിട്ടപ്പോൾ എന്തെങ്കിലും ഒരു സംഗതി ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ സന്തോഷമായിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയ കുട്ടികളാണ്, വളരെ ചെറിയ കുട്ടികളാണ്. അത് മനസ്സിലാക്കാണ്ടൊക്കെ ചില ആൾക്കാരൊക്കെ ഈ നെഗറ്റീവ് മാത്രം ഇടുന്ന ആൾക്കാരായിരിക്കും മേ ബി അവര്. അങ്ങനെയുള്ളവരൊക്കെ കമന്റ് ഇടാറുണ്ട്, അതൊന്നും ഇഗ്നോർ ചെയ്യും. പിന്നെ ഒരുപാട് നല്ല കമന്റ്സ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് കൂടുതലും കമന്റ്സ് ഇടാറ്. മക്കൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കണ്ട്, ഉയരങ്ങളിൽ എത്തിക്കണേ, അവർക്ക് ദീർഘായുസ് കൊടുക്കണേ, അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയുണ്ട് സപ്പോർട്ടൊക്കെ? എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങളെ ഫാമിലിയിൽ എല്ലാവരും കലാപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഒരു ചാനൽ തുടങ്ങിയതിലേക്ക് അപ്ലോഡ് ചെയ്യാന്നൊരു ഐഡിയ എങ്ങനെ വന്നു? അത് മോള് ചെറുപ്പത്തിലെ പാട്ട് പാടാറുണ്ട്. അപ്പൊ മോളെ പാട്ടൊക്കെ ഞാൻ ഇടാറുണ്ട് ഇൻസ്റ്റയില്. അപ്പോൾ മോള് പാടി ഒരു ദിവസം മോനിങ്ങനെ മുട്ടുന്ന കണ്ടപ്പോൾ മോൻ്റെ താളം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി വന്ന് വീഡിയോ എടുത്ത് അതിൽ കുറേ ആൾക്കാർ കമന്റ് ഇട്ടിട്ട് മോളെ കാണുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ഒരു എക്സൈറ്റ്മെന്റിൽ വീഡിയോ എടുത്തപ്പോൾ മോളൊക്കെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. ഓടി വന്നിട്ട് എടുത്തല്ലേ. അപ്പോൾ മോള് പകുതിയേ ഉള്ളൂ, മോന്റെ പകുതി കാണുന്നില്ല. അപ്പോൾ കുറെ ആൾ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടൊക്കെയാ വീഡിയോ എടുത്ത? ഈ ഒരു എക്സൈറ്റ്മെന്റിൽ മോൻ ആദ്യമായിട്ട് മുട്ടുന്ന കണ്ട പെട്ടെന്ന് വീഡിയോ എടുത്ത് അത് വെറുതെ ഇങ്ങോട്ട് നോക്കിയതാ. അപ്പൊ അതങ്ങ് വൈറലായി. അപ്പൊ ഉമ്മച്ചി പറഞ്ഞ കേട്ടില്ലേ, എന്ത് തോന്നി? സന്തോഷം തോന്നി. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പം ചെറിയൊരു കുട്ടിയാണല്ലോ, അപ്പം സ്കൂളിൽ നിന്നൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ് കിട്ടണേ? സ്കൂളിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും സാറും ആണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ആരൊക്കെ? ടീച്ചേഴ്സ് രജി സാർ സപ്പോർട്ട് ചെയ്യും, രജനി മിസ് സപ്പോർട്ട് ചെയ്യും, സിന്ധു മിസ് സപ്പോർട്ട് ചെയ്യും, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ. നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടോ? ആനുവൽ ഡേ ഇതാക്കും. ഇനിയിപ്പോ ഞങ്ങളെ കലോത്സവം ഇപ്പോഴാണ് 5th നാണ് തുടങ്ങുക. അപ്പൊ കലോത്സവത്തിന് എല്ലാത്തിനും പങ്കെടുക്കും. എല്ലാത്തിനും പങ്കെടുക്കും അല്ലേ? കഴിഞ്ഞതിലൊക്കെ പങ്കെടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായില്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ നമ്മളെ കൂട്ടുകാരൊക്കെ പറയില്ലേ ഞങ്ങൾക്കൊരു പാട്ട് പാടി തരുമോ, നീ എല്ലായിടത്തും പാടുന്നല്ലേ? അങ്ങനെ പറയുമ്പോ ഏത് പാട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പാടുക? അതെ, ആ പാട്ട് പാടും. അങ്ങനെ ഞങ്ങളെ പ്രേക്ഷകർക്ക് ആ പാട്ടും പാടിത്തരുമോ? അടിപൊളിയായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഭാവിയിൽ എന്താ പറയുക ഒരു അടിപൊളി കലാകാരുടെ കൂടെ അല്ലേ? അന്നൊക്കെ പിന്നെ മൈൻഡിയൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കൊട്ടുപാട്ട് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിക്കും മോള് നല്ല പോലെ പാടും കേട്ടോ, മധുഗാനങ്ങളൊക്കെ അടിപൊളിയായിട്ട് പാടും. അപ്പോൾ ശരിക്കും നമ്മളെ ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മോഡ് അങ്ങനത്തെ ഒരു പാട്ട് അല്ലേ, മമ്പൂറപ്പ് നമുക്ക് പാടി നോക്കാം. അടിപൊളിയായിട്ട് പാടും. മോള് നല്ല ആസ്വദിച്ച് പാടുന്നൊരു മോളും കൂടിയാണ്. അപ്പോൾ മോഡ് ആ ഒരു കഴിവ് നമുക്ക് കണ്ടു നോക്കാം അല്ലേ? ജസ്റ്റ് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോക്ക് നല്ലൊരു കമൻറ്റ് അല്ലേ, അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം. ഓക്കെ, പറയും. അമ്പൻ തൗഫീഖിൽ മൂത്തവർ ഹലര് മൗതുദീതവർ ഇമ്മലബാരണഞ്ഞവർ ഇസ്ലാമിൻ തേജസാണവർ കശഫ് കറാമത്തേറ്റി ഹൈറായ ദീനി പോറ്റി മശഹൂരിൻ ശക്തി പാറ്റി മജ്ദൂബൻ ഹൂ റലിയല്ലാ മമ്പൂറപ്പൂ മക്കാമിലെ മൗലദവിലെ വാസിലെ ഇമ്പപ്പൂവായ കുത്തുബോലി സീതലവി റലിയല്ലാ. എന്തൊരു മധുരം, സൂപ്പറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മോഡി വോയിസ് ഉണ്ടല്ലോ ഒരു ഗിഫ്റ്റഡാണ്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞാൽ എന്താ തോന്നുക? അങ്ങനെ ആരെ പറഞ്ഞിട്ടുണ്ടോ വോയിസ്? നല്ല വോയിസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സാറും ഉമ്മയും പറയും ഗിഫ്റ്റ് ആണ്. അത് പറഞ്ഞു. ശരിക്കും പാട്ട് പാടാൻ ഒരുവിധം എല്ലാവരും ആൾക്കാർക്ക് കഴിയും, ഒരുവിധം ആൾക്കാർക്ക് കഴിയും. പക്ഷെ നല്ല വോയിസിലും നല്ല ഈണത്തിലും പാടാൻ ഒരു പക്ഷേ
അത് ആ ഭാഗ്യങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയൊരു കുട്ടിയാണ് മോള്. അപ്പോൾ ശരിക്കും മോള് ആരെങ്കിലുമൊക്കെ റോൾ മോഡലാക്കണ്ട? ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാകാരി എന്നൊക്കെ ഉണ്ടാവും? അങ്ങനെ എനിക്ക് മുഹമ്മദ് റാഫിന്റെ സോങ് ഒക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം. അത്രയും പഴയ കാലത്തെ ഒരു പാട്ടുകാരനാണോ റോൾ മോഡലാക്കണേ? അപ്പോൾ ഹിന്ദിയാണ് താല്പര്യം അല്ലേ? അങ്ങനെയാണെങ്കിൽ മോടെ വോയിസിൽ നമുക്കൊരു ഹിന്ദി ഒരു കേട്ട് വെക്കാം അല്ലേ? ഓൺ ദ വോയിസിൽ ഒരു ഹിന്ദി. കാരണം വെച്ചാൽ മോടെ ഉമ്മ പറഞ്ഞിരുന്നു ഹിന്ദിയാണ് ഫോക്കസ് ആക്കുന്നത്, കാറ്റഗറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഹിന്ദിയാണ്. പക്ഷെ നമ്മൾ ഇത്ര നേരം പാടി മാപ്പിളപ്പാട്ടാണ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്, പാടിയതൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഒരു ഹിന്ദി കൂടെ നമുക്ക് പാടി വെക്കാം. എങ്ങനെയാണ് മോടെ ആ ഒരു കഴിവുന്നത് നോക്കാം അല്ലേ? അടിപൊളിയായിട്ട്. ഓക്കെ, ഏത് പാട്ട് പാടാം മോനെ? ജബ് ഹം ജവാ ഹോംഗി. ഓക്കെ, ട്രൈ ചെയ്യാം. जब हम जवा होंगे जाने कहाँ होंगे, जब हम जवा होंगे जाने कहाँ होंगे, लेकिन जाओगे वहाँ फरियाद करेंगे, तुझे याद करेंगे, जब हम जवा होंगे जाने कहाँ होंगे, लेकिन जाओगे वहाँ फरियाद करेंगे, तुझे याद करेंगे, जब हम जवा होंगे. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പം നമ്മൾ റിയാലിറ്റി ഷോയിലേക്കൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ ട്രൈ ചെയ്യും പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടോ റിയാലിറ്റി ഷോ ഒക്കെ? റിയാലിറ്റി ഷോ സരിഗമപ്പ സി കേരളാന്റെ ഓഡീഷന് പോയിരുന്നു. നേരത്തെ പറഞ്ഞു അല്ലേ? ഓക്കെ ഓക്കെ. ശരിക്കും ഇനിയും ട്രൈ ചെയ്യില്ലേ? ഇനിയും ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരുപാട് വേദികൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? പ്ലാറ്റ്ഫോം ഒരുപാട് വരാനുണ്ട്. എന്നാലും വരുന്ന കാലങ്ങൾ മോളിനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ മോൾ വിന്നറാവും, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വെയിറ്റ് ചെയ്യണം. താങ്ക് യു. സ്റ്റാർട്ട്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടട്ടെ? ഏത് പാട്ട്? ഹജ്ജിന്റെ രാവിൽ ഞാൻ. ആയിക്കോട്ടെ, എന്നാൽ മറ്റേ നമുക്ക് ലാസ്റ്റ് പാടാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കൊട്ടില്ലേ കൂടെ? കുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശരി, റെഡി, 1 2 3 സ്റ്റാർട്ട്. മുത്തേ റസൂൽ തങ്ങൾ തീരെ